അപ്പോൾ അവിശ്വാസം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, കാര്യം അവിശ്വാസം കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഈടറിവ് സംഭവിക്കുമ്പോൾ അത് ദൈവം സത്യമായത് കൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ദൈവം സത്യമായത് കൊണ്ടാണ്. ഈശോ ആണെന്ന് പറഞ്ഞാൽ, സ്വന്തം പുത്രനാണെന്ന് പറഞ്ഞാലും അപ്പ പറയും ഈശോ ടെസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും. ജ്ഞാനസ്നാനപ്പെട്ടൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കഥയൊന്നും ഇല്ല, ടെസ്റ്റാണെന്ന് പറയും. പിടിയിട്ടില്ലേ? ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞില്ലേ ഇവരെൻ്റെ പ്രിയപുത്രനാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ജ്ഞാനസ്നാനം തന്നെ പെടുത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ബൈ പേഴ്സൺ പ്രസൻ്റായിട്ട് നീ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റാണ്. അതിന് ഒരാളിപ്പം അങ്ങോട്ട് വരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അയാൾ പറയുന്നതിനൊക്കെ മര്യാദക്ക് ഞാൻ അവിടെ നിന്നെ സഹായിക്കത്തില്ല, ഐ വിൽ നോട്ട് ഹെൽപ്പ് യു. അത് യുവർസെൽഫ് മസ്റ്റ് കൺഫ്രണ്ട് ഇറ്റ്. നീ തന്നെ അതിന് മറുപടി പറയണം. അപ്പം നമ്മൾ തന്നെ മറുപടി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കർത്താവ് കൊണ്ടുവരും. ഈശോ തന്നെ മറുപടി പറഞ്ഞത്, കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ നീക്ക് വിശക്കണില്ല, നിന്നെ ഇങ്ങനെ കോലം കെട്ട് കഴിഞ്ഞാൽ, പട്ടിണി നിന്ന് കോലം കെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അപ്പനെ സഹിക്കുക, നീ കുറിച്ച് കയറണമെങ്കിൽ തന്നെ നിനക്ക് ശരീരം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിശാച് അവനെ ശരിക്കും അങ്ങോട്ട് സുഖിപ്പിക്കും. അപ്പോഴേ കർത്താവ് പറയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. ആ ടെസ്റ്റാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം, ആ വചനം വെച്ച് തന്നെയാണ് അയാളെ കൺഫ്രണ്ട് ചെയ്യണത്. ഇതുപോലെ വരുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിശ്വാസത്തിൻ്റെ പത കളയാൻ വേണ്ടി ദൈവം ചില പ്രോജക്റ്റുകൾ, ടെസ്റ്റുകൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കിക്കൊണ്ടൊരു വിശ്വാസ ജീവിതം സാധ്യമല്ല. അത് അച്ഛനായാലും പോപ്പായാലും. ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പായുടെ അപ്പനെയും അമ്മനെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എൻ്റെ മനസ്സിലൊക്കെ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയാണ്. വേറെ ആരെയും ഞാനങ്ങനെ ജോൺ പോളിൻ്റെ റാങ്കിലേക്ക് ആരെയും ഞാൻ കൊണ്ടുവരത്തില്ല. കാര്യം വല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വലിയൊരു പ്രതിഭാസമാണ് ജോൺ പോൾ മാർപ്പാപ്പ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ എത്ര ടെസ്റ്റാണ് വന്നത്. ആദ്യം വെടികൊണ്ട്, അപ്പോഴൊക്കെ എനിക്കിട്ട് വെടികൊണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നിയത്, കാര്യം ഞാൻ ഈ മനുഷ്യനെ അടുത്ത് നിന്ന് മാനസികമായിട്ട് ഫോളോ ചെയ്താണ് പോണത് ആ 81 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പഠിക്കുകയാണ്, തിയോളജിയോ മറ്റേ പഠിക്കുകയാണ് കാലമാണ്, ഫസ്റ്റ് ഇയർ പറ്റിയാണ്. അപ്പോൾ ആ ദിവസം ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ദിവസം. അപ്പോൾ മാർപ്പാപ്പ സുഖപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ നിമിഷങ്ങളിലും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തിരിച്ചു വന്നു. ഒരു മുഴത്തോളം കുടൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ആ വെടികൊണ്ട് ഫാത്തിമായാലും മാതാവിൻ്റെ കിരീടത്തെ കൊണ്ട് വെച്ചു. പിന്നെയും ജീവിതം തുടങ്ങും പോപ്പ്. അപ്ഗ്രേഡ് ചെയ്ത് ആ കിട്ടിയ ടെൻഷൻ അതുടനെ ആ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വലിയ അടുത്ത യുദ്ധത്തിന് വേണ്ടി ആൾ റെഡിയായി. ഒരു പക്ഷേ ആളെ അടുത്ത യുദ്ധത്തിന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു പരീക്ഷ കൊടുത്തത്. ആ പരീക്ഷയുടെ അവസാനം കഴിഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ അദ്ദേഹം പോയി സമാധാനത്തിൻ്റെ സുവിശേഷവുമായി തിരിച്ചു. അതിനുശേഷമാണ് ആ വെടി കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഞാനും പോപ്പും തമ്മിൽ പരിശുദ്ധ വേദം ഞാനിങ്ങനെ ഒരു 10 മീറ്റർ അകലമേ ഉള്ളൂ. അത്രയും ഞാൻ അവിടെ പോയി ഈ ജനക്കൂട്ടത്തിൻ്റെ ഇട്ടൊക്കെ നിൽക്കുകയാണ് കളമശ്ശേരി. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ പാപ്പ ഹെലികോപ്റ്റർ വന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉള്ളിലാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ പേപ്പർ വെഹിക്കിളിൽ കൈവീശിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായൊരു അഭിഷേകമാണ് ഇതൊക്കെ. അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു അഭിഷേകമാണ്. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായ ചില ദൈവികമായ അനുഭവങ്ങളുള്ള കാരണമാണ് ബാക്കിയൊന്നും അംഗീകരിക്കാൻ പറ്റാതെ. അതെന്താ പ്രശ്നം വെച്ചാൽ, എന്നിട്ട് കളമശ്ശേരി കുർബാനപീഠത്തിലോട്ട് കയറണത് ഒരു 10-20 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലിങ്ങനെ അംശവടി കുത്തിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചിലുപോലാണ് ആൾ കയറിപ്പോണത്. ആൾക്കാരാണെങ്കിൽ കൈയിട്ടിച്ച് ഭയങ്കര പരുവായിപ്പോയി അവിടെ. ആ ഒരു ഭയങ്കര. അപ്പോൾ ഞാനടുത്ത് ഈ വെടികൊണ്ട ആളാണോ ഇങ്ങനെ പോണത്. അപ്പോഴെന്താണ് അത് കടന്നു പോവുകയാണ്. അത് കർത്താവിലായിരിക്കുന്നവരെപ്പോഴും പുതിയ സൃഷ്ടി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുതിയ സൃഷ്ടി ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി എന്താണ്, കർത്താവിലായിരിക്കാൻ വേണ്ടിയാണ്
Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ, ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പഴയത് കടന്നു പോവുകയും പുതിയത് വരികയും ചെയ്യുന്ന ട്രാൻസിഷൻ പീരീഡ് ഇല്ലേ, അവിടെയാണ് ഇതുപോലെ ട്രബിൾസ് സംഭവിക്കുന്നത്. യു ഗോട്ട് എ പോയിന്റ്. നമുക്ക് എന്തെങ്കിലും ട്രാൻസിഷൻ അതായത് പഴയത് കടന്നു പോവുകയും പുതിയത് വരും. പഴയ വിശ്വാസം കടന്നു പോയിട്ട് പുതിയ വിശ്വാസം വരും, ശക്തമായ വിശ്വാസം. പഴയ ദൈവസ്നേഹം കടന്നു പോയിട്ട് പുതിയ ദൈവസ്നേഹം വരും. പഴയ ദൈവ പ്രത്യാശ കടന്നു പോയിട്ട് പുതിയ പ്രത്യാശ വരും. അപ്പോൾ പഴയത് കടന്നു പോവുകയും പുതിയത് കടന്നു വരികയും ചെയ്യും. അതിനാണ് ഈ ട്രബിൾസ് വരുന്നതിൻ്റെ കാരണം. ഈ ട്രബിൾസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സുവിശേഷവിഹിതമായ പ്രത്യാശയോടെ, സ്നേഹത്തോടെ, അതുപോലെ തന്നെ വിശ്വാസത്തോടെയാണ്. അപ്പോൾ എന്തിനാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം ഓരോ സമയത്തും പുതുതായിട്ട് കൊണ്ടിരിക്കും, അവൻ്റെ ദൈവസ്നേഹം പുതുതായിക്കൊണ്ടിരിക്കും, അവൻ്റെ പ്രത്യാശ പുതുതായിക്കൊണ്ടിരിക്കും. ഈ പുതിയത് എന്ന് പറയണത് ശരിക്കും ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നതിൻ്റെ അടയാളവും അതിൻ്റെ പിന്നാമ്പുറമെന്ന് പറയണത് ഇതുപോലെയുള്ള വ്യഥകൾ അതിജീവിക്കാനുള്ള ഒരു അവസ്ഥയുമാണ്. എപ്പോഴെങ്കിലും ഒരു വ്യഥ വരുമ്പോൾ ഓർക്കുക, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കാനും ക്രിസ്തുവിലായിരിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ എൻ്റെ മക്കളെ, ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയറിനെ അപ്ഡേഷൻ വന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരണം. അതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നതിൻ്റെ കാരണം. ക്രോണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത് എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ജന്മനാ ഉള്ള വയസ്സ്, ഇപ്പോൾ ഉള്ള വയസ്സ്, അതാണ് നിങ്ങളുടെ ക്രോണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഫെയ്ത്ത് ഇയർ ക്രോണോളജിക്കൽ ഇയറിന് ഒപ്പമെങ്കിലും ആയിരിക്കണം, കുറഞ്ഞ പക്ഷം. എന്നുവെച്ചാൽ ഫെയ്ത്ത് ഇയർ ഇപ്പം നമ്മുടെയൊക്കെ ഫെയ്ത്ത് ഇയർ നോക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് കാറ്റഗിസം പഠിക്കുന്ന കാലത്ത് കിട്ടിയ ഫെയ്ത്ത് ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ സൂക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വയസ്സ് 40, നിങ്ങളുടെ വിശ്വാസത്തിന് ചിലപ്പോൾ 14 വയസ്സേ ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ വണ്ടിയുടെ പുറകിലാണ് നിങ്ങളെ കുതിരയെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം കൊണ്ട് വലിക്കത്തില്ല ജീവിതം. പറഞ്ഞാൽ മനസ്സിലായാ? വിശ്വാസം ഇപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കെട്ടണ്ടേ? വണ്ടിയുടെ മുമ്പിലല്ല കുതിരയെ കെട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ, വിശ്വാസം വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിനേക്കാളും ഫെയ്ത്ത് ഇയർ നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുണ്ടാകാൻ വേണ്ടി, വിശ്വാസ വയസ്സെന്ന് പറയുന്നത് ഈ ശാരീരികമായ വയസ്സ് പോലെ ഒരു സംഭവമാണ്. അപ്പോൾ വിശ്വാസ വയസ്സിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസ വയസ്സ് നിങ്ങൾക്ക് 24 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ വയസ്സ് ഒരു 30 ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം വരണതല്ല, ഈ പ്രോബ്ലത്തെ നമ്മൾ കൈകാര്യം നമ്മളെ ഈശോ കയറിയപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? വ്യഥകൾ എന്നല്ലേ പറഞ്ഞത്? ട്രബിൾസ് അല്ലേ? നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യഥകൾ. അതിനൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അനക്കയുടെ പ്രശ്നം എന്താ? അനക്കയുടെ പ്രശ്നത്തിലാണല്ലോ പിന്നെ നമ്മുടെ ബൈഫൊക്കേറ്റ് ചെയ്ത് പോയത്. അതായത് അനക്കയുടെ പ്രശ്നം, അനക്കയ്ക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കാലമായി, പക്ഷേ അപ്പൻ മരിച്ചുപോയി. അനക്കയുടെ അപ്പൻ പക്ഷേ ഗുണ്ടാത്തല എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പക്ഷേ ഇവർ അമ്മയുടെ വീട്ടിലുമായിപ്പോയി. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണേ? അപ്പൻ്റെ ഓഹരി ഉണ്ടല്ലോ, അപ്പൻ്റെ ഓഹരി ഇവർക്ക് കിട്ടണില്ല, കിട്ടത്തില്ല. കാരണം അവർ നേരത്തെ ഇട്ടും പോകുന്നില്ലേ, നിവർത്തിയില്ലാതെ പോകുന്നതാണ്. പക്ഷേ എന്നാലും നമുക്ക് അവകാശം പോകത്തില്ലല്ലോ. പക്ഷേ അവകാശം ആർക്കും തരണ്ടേ? ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് ഇടയിലൊന്നുമില്ല. അപ്പോൾ ഇവളാണെങ്കിൽ കുഞ്ഞുനാളിൽ 3 വയസ്സിൽ പോകുന്നതല്ലേ, ഇപ്പോൾ അവർക്ക് 10, 20, 25 വയസ്സായി. തിരിച്ച് അവർക്ക് കണക്ഷൻസും ഇല്ല. അപ്പോൾ എങ്ങനെ ഈ സ്ഥലം കിട്ടും? എങ്ങനെ ചോദിക്കും? അങ്ങനെ ചോദിക്കാനുള്ള അവിടെ നിന്നിരുന്നെങ്കിൽ മെറിറ്റുണ്ടായേനും. മെറിറ്റാണല്ലോ നമ്മുടെ വിഷയം.
ഇല്ലേ? അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതിൻ്റെ ഉള്ള അവകാശം മെരിറ്റുണ്ടാവും. ഇപ്പം ഇവൾക്ക് എന്താ ഉള്ളത്? മെരിറ്റില്ല. കാര്യം കുഞ്ഞുനാൾ തന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. അവൾ പറയുന്നുണ്ട്, അപ്പം മരിച്ചിട്ട് എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം? 3 വയസ്സിൽ പോകുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും നമ്മൾ വരണത് ആ ബന്ധങ്ങൾ ഒരു ഇങ്ങനെ സാങ്കേതിക ബന്ധങ്ങളില്ലല്ലോ. എന്തുമാത്രം ആന്തരികമായ അടുപ്പമുണ്ട് ആ ബന്ധത്തിലല്ലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവൾക്ക് അപ്പൻ്റെ അവകാശത്തിൽ ഇവർക്ക് എന്താ ഓഹരിയിൽ അവകാശമുള്ളതാണ്. പക്ഷെ പോകാനോ വാങ്ങിക്കാനോ തരാനോ കിട്ടാനോ യാതൊരു മാർഗ്ഗമില്ല, മെരിട്ടില്ല. അപ്പോൾ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി 4 കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. ഒന്ന്, നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യും. അത് ബൈബിളിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ഥാപന സൊല്യൂഷൻസിൽ ഒന്നാണ് നോട്ട് ബൈ മെറിറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും മെറിറ്റില്ലാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയല്ലാതെ യോഗ്യതയെ അവലംബപ്പെടുത്തി അല്ലാതെ അതിജീവിക്കേണ്ട ഒരു അത്യാഹിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ബൈബിൾ അവിടെയാണ് അഡ്രസ്സ് ചെയ്യണത്. ഞാൻ ഒന്നിൽ പറയാം, എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ അതിജീവിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അവിടെ വർക്കൗട്ട് ചെയ്യണതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി വർക്ക് ചെയ്യണത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെ ആൾക്കാർ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെല്ലാം ആ വാക്ക് പഠിച്ചിട്ട് തന്നെയാണ് വരണത്. അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അത് കോട്ട് ചെയ്ത് അവർ സംസാരിക്കണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. അപ്പം അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃപ ഉണ്ടാകാൻ എന്താ മാർഗം? അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല. അപ്പം മരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയതെന്നല്ല, പിന്നെ പോയില്ല. ചോദിക്കാനുള്ള അവസ്ഥയില്ല, കിട്ടാനുള്ള അവസ്ഥയുമില്ല, ഒരവസ്ഥയുമില്ല. ഇവളെന്താ ചെയ്യണത്? ഇവിടെ ഒരു ദിവസം ധൈര്യമായിട്ട് ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോകും. അവിടെ വീട്ടിൽ പോയിട്ട് ഇവിടെ എന്താ ചെയ്യണത്? അവരാരും അറിയാതെ ചെയ്യുന്നൊരു സംഭവമാണ്. എന്താ ചെയ്യണത്? അപ്പൻ്റെ ഓഹരിയിൽ, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഓഹരിയിൽ ഇവൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ നിക്ഷേപിച്ചിട്ട് പോരും. വിശ്വാസം ചൊല്ലി ഉപ്പ് നിക്ഷേപിച്ചിട്ട് പോരും. ഓക്കെ, അവരൊരു നോൺ ക്രിസ്ത്യനാണ്. എന്താണ് ഈ നോൺ ക്രിസ്ത്യൻസ്? ചിലർ ഈ വെട്ടിക്കെട്ടായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേൽ അവർക്ക് അവകാശം കിട്ടാൻ കാര്യം ഇതുപോലെയുള്ള ചില നടപടിക്രമങ്ങളാണ്. അവളെ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് നിക്ഷേപിച്ചിട്ട് അവർ വീട്ടിൽ പോരും. ഒരു 72 മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയോ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല. അവർ ആ സ്നേഹമുറക്ക മകളെന്ന രീതിയിൽ ഇവിടെ പോയി എല്ലാവരെയും കണ്ട് ആ വിശ്വാസപ്രമാണം ചൊല്ലി ആ ഉപ്പും ആ അപ്പൻ്റെ അവകാശത്തെ കൊണ്ട് നിക്ഷേപിച്ച്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ അനക്കയെ ആ വീട്ടുകാർ വിളിക്കും. അവർ പറയണത് എന്താണ്? നിൻ്റെ ഓഹരി നീ വിൽക്കുക, ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട്. എന്താ ഇവർ ചെയ്തത്? ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ യോഗ്യതയാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാവും? പിന്നെ കൃപ കൊണ്ടാണ് ആകാൻ സാധ്യതയുള്ളത്, അല്ലേ? ഇപ്പം കൃപ കൊണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബേസിലാണ് ഇതെല്ലാം ചെയ്യണത്. പിന്നെ എന്താണ്? വിശ്വസ്ത പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് പറയുകയും ചെല്ലും. പിന്നത്തെ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ മറിയം എന്താണ്? പ്രയർ ഫോമാണ്, പ്രാർത്ഥനാ രൂപങ്ങളാണ്. അതെല്ലാം വേർഡ് ഓഫ് ഗോഡാണ്. അതിലെല്ലാം വേർഡ് ഓഫ് ഗോഡുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൽ 6 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങളുണ്ട്. നന്മ നിറഞ്ഞ മറിയത്തിൽ 5 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങൾ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അതുകൊണ്ടാണ് ദൈവവചനം തന്നെയാണ് പ്രാർത്ഥിക്കണത്, അല്ലാതെ നമ്മുടെ അവിടെ മനുഷ്യൻ്റെ വചനങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ അവസാനമാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? നമ്മൾ ചെയ്യണത് വിശ്വാസ പ്രമാണമാണ്.
വിശ്വാസ പ്രമാണത്തിലാണ് മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യണം. അത് പ്രാർത്ഥനയല്ല. ഇത് തമ്മിൽ നമ്മൾ അറിയണം. വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ കഴിവ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. പക്ഷേ കൃപ ടാപ്പ് ചെയ്യുന്നതും കൃപയെ ആർജിക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ബ്ലെസ്സിങ്സാണ്, കൃപയല്ല. തമ്മിൽ തിരിച്ചറിയണം. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അല്ലേ? അതെന്താണ്? പ്രാർത്ഥനയല്ലേ? അതിലെന്താണ് നമുക്ക് ജോലി കിട്ടുന്നത്? അത് ബ്ലെസ്സിങ്സാണ്. ബ്ലെസ്സിങ്, അനുഗ്രഹം. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതികമായ ആനുകൂല്യങ്ങളാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത്. അത് കൃപയല്ല, കൃപയുടെ ഇഫക്റ്റാണ്. എപ്പോഴും പറയും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണത് പ്രയറാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, അല്ലേ? ഇപ്പോഴെന്ന് പറയണത് ഇപ്പോഴീ വർത്തമാനകാലത്തും പിന്നെ മരണസമയം, കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോടുകൂടെ കൂടെ നിന്നത്. അതുകൊണ്ട് നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അമ്മ നമ്മളെ കൂടെ നിൽക്കണമെന്നാണ് പറയണത്. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോട് കൂടി. വേറെ ചേട്ടത്തിമാരൊക്കെ ഉണ്ടായിരുന്നേ, അത് അമ്മ നിന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് പോയേനോ. വേറെ ചേട്ടത്തിമാരോട് ഉണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു. അത് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് അവരെ നിൽക്കണത്. അമ്മയുടെ ഒരു രീതി വെച്ചാൽ നിൽക്കുകയും ചെയ്യും, മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ നിന്നത് കൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന അമ്മയെ, ഈശോൻ്റെ മരണസമയത്ത് പോലും അമ്മയാണ് ചങ്കുറപ്പോടെ മുട്ട് വിറക്കാതെ അവിടെ നിന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ? ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സങ്കടകാലങ്ങളിലും അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അമ്മയെ ഈശോ ചാർജ് ചെയ്തിരിക്കുകയാണ്. എത്ര പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ആരുടെയാണ്? ആൻസി തൃശ്ശൂർ, പുതുക്കാട് തൃശ്ശൂരുള്ള ആൻസിയുടെ സാക്ഷ്യത്തെ. ആൻസിയുടെ ബ്രസ്റ്റ് വെറുതെ ഇങ്ങനെ വളർന്ന് തന്നെ വീർത്തിട്ടേ പഴുപ്പടിച്ച്. അപ്പോൾ ഇവളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും കാര്യം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ 2 പുസ്തകം എടുത്ത് അരിഞ്ഞ് കളയണ്ടേ. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോഴവിടെ ചെറുപ്പക്കാരത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായ സംഘർഷമാണ്, വല്ലാത്ത സംഘർഷം. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഈ രോഗം എന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റും ഇല്ല, മെഡിസിനും ഇല്ലെന്ന് പറയും. അപ്പം മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത രോഗങ്ങൾ ഈ ലോകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മെറിറ്റ് ഇല്ലെന്നാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറയണത്. മനസ്സിലായേ? നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. അപ്പം പിന്നെന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസി ഇവിടെ വന്ന് അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവളുടെ ഉടമ്പടി എടുത്തതിൽ വർക്ക് ചെയ്ത് പോകണം. ഇവക്ക് ഉടമ്പടിയോട് യാതൊരു ബന്ധവുമില്ല. അമ്മ ഉടമ്പടി എടുത്ത് വേറെ പല കാര്യങ്ങൾക്കാണ് ഉടമ്പടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങിയത്. വീർത്ത് വല്ലാത്ത രീതിയിലായി. അവൾ പറഞ്ഞത് ഡിസ്ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവസാനം ഇതിന് മരുന്നുമില്ലെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭയങ്കര സങ്കടം. പഴുപ്പ് കയറി മുഴുവൻ പഴുപ്പാണ് ഈ ബ്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവളുടെ അമ്മയുടെ ഉടമ്പടിയിൽ അവൾ ചീട്ട് വാങ്ങിച്ച് അമ്മയും മകളും കൂടി വന്നു. അപ്പോൾ ഞാനെന്താ ചെയ്യണത്? ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ. അപ്പോൾ അവൾ പറഞ്ഞ് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യണില്ല. എന്താ കാര്യം? നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, അല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് കർത്താവിൻ്റെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ പിന്നെ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൃപയല്ല വർക്ക് ചെയ്യത്തുള്ളൂ, അത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഇതൊരു പ്രശ്നമില്ല. സൈത്ത് കൈ കൊടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി ഒരു പ്രെയർ അവളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ച് പറയും. അവൾ ബാത്റൂമിൽ പോയിട്ട് തന്നെത്താൻ ഒരു കുരിശ് വരച്ചേക്കാൻ പറയും. അവൾ ആ സൈത്ത് കൊണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ വീർത്ത ബ്രസ്റ്റിൽ വിങ്ങിയ ബ്രസ്റ്റിൽ ഒരു കുരിശ് വരക്കും. അങ്ങനെ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് ടൈമിൽ ബ്രസ്റ്റ് പൊട്ടും. അത് ഞാൻ സാക്ഷ്യം കേൾക്കണം കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ബ്രസ്റ്റ് പൊട്ടി പഴുപ്പെല്ലാം പോയി. പിന്നെ 2 ബ്രസ്റ്റും പിന്നെ ഓക്കെയായി.
പിന്നെ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ്, പഴയതുപോലെയായി ഉള്ള എന്ന് എങ്ങനെയായിരുന്നു ആദ്യത്തെ അതുപോലെയായി. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇത് നോട്ട് ബൈ മെറിറ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബട്ട് ബൈ ഗ്രേസ്. ആ ആൻസി എന്താണ് ചെയ്തത്? അവിടെ സൈത്തെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കുരിശിടുന്നത്. അവിടെയാണ് വിഷയം. വിശ്വാസ പ്രമാണം എന്താണ്? ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും അവിടുത്തെ ഏകപുത്രനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധ ഗർഭസ്ഥനായി കന്യാമറിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസ്. അപ്പം പിന്നെ ചരിത്രപരമായ രീതിയിൽ എങ്ങനെയാണ് വചനം മാംസമായതെന്നും എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ചെയ്തതെന്നും എങ്ങനെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതെന്നും ഈശോ ഇനി വീണ്ടും വരുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ ഇങ്ങനെ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കും. എന്തിനാണ്? മെറിറ്റിന് പകരം ചെയ്യണത്. ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. എന്താ കാര്യം വെച്ചാൽ ഗ്രേസ്. അപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എങ്ങനെ ഗ്രേസ് വരുന്നത്? അതായത് വിശ്വാസ പ്രമാണം ഗ്രേസിൻ്റെ ഒരു ഫോർമുലയാണ്. ഗ്രേസ് ദൈവത്തിൻ്റെ പ്രസാദത്തിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ശക്തിയായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത്, പവർ തന്നെ വേണ്ടത്. അതിനാണ് നമ്മൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സ് ഡൗൺ ആയാൽ അപ്പോൾ വിശ്വാസ പ്രമാണമാണ് ചെല്ലേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പവർ നഷ്ടപ്പെടുന്ന ഡീപ്പ് പവർ ആയിപ്പോയി. നിങ്ങൾ ഡീപ്പ് പവർ ആയി കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലണം. ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അറിഞ്ഞ് ചെല്ലണം. എന്താ കാര്യം? യേശു കർത്താവാണ് എന്നാണ് പറയണത്. ഇപ്പോൾ വൈദ്യശാസ്ത്രം അത് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വൈദ്യശാസ്ത്രമല്ല കർത്താവ്, യേശുവാണ് കർത്താവ്.